കുറ്റം ചെയ്ത ആളുകളാണ് ജയിലിൽ പോകുന്നത്. അത് ഭീകരമായിട്ട് തെറ്റുകൾ ചെയ്ത് ഞാൻ വിശ്വസിക്കുന്നത് ജയിലിൽ പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ട്. ഞാൻ ആക്ച്വലി വിശ്വസിക്കുന്നില്ല. അത് എന്താ പറയുക, പാവം പുള്ളി കാര്യം ജയിലിൽ പോകാന്ന് 14 ദിവസം റിമാൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതിന് വലിയ അത്ര വലിയ കുറ്റമൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല. ഞാൻ ആക്ച്വലി എന്തോ ഒരു ആവശ്യത്തിൽ അവരും ഒരു വിഷയമാണ്. ഇപ്പോൾ ഞാൻ പറയാം, എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നു. വലിയ വിഷയമാണെന്ന് വെച്ചാൽ സ്ത്രീകളെ വശം അതൊരു വിഷയമാണെങ്കിൽ പോലും ഈ ലോകത്ത് സ്ത്രീകളും പുരുഷന്മാരൊക്കെ തിങ്ങി നടക്കുന്ന സ്ഥലമാണ്. രണ്ടുപേർക്ക് അങ്ങോട്ട് ഈക്വാലിറ്റിക്ക് വേണ്ടിയാണല്ലോ ഇവിടെ മത്സരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് വിട്ടുവീഴ്ച ഒരു നേച്ചർ അങ്ങനെയാണ്. അപ്പോൾ ഒരു വ്യക്തിയെ വേറൊരു വ്യക്തി കൊണ്ട് നന്നാക്കാനൊന്നും പറ്റില്ല ഈ ലോകത്ത്. പിന്നെ അയാൾ ജയിലിൽ പോയി, അതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാര്യം ഇവിടെ കൊലപാതകം ചെയ്ത ആളുകളൊക്കെ ജയിലിൽ പോയിട്ടില്ല. അല്ലെങ്കിൽ ഇവിടെ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ആളുകളെ പിടിച്ചാൽ പോലും ജയിലിൽ പോകുന്നത്. അതൊക്കെ ആണല്ലോ കേരളത്തിൽ ഏറ്റവും വലിയ പ്രശ്നമാണ്. ഒരാളെ കൊല്ലുന്നതോ അല്ലെങ്കിൽ ഡ്രഗ്സ്. അതാണ് ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത്. ഇതൊരു കമൻ്റ് അടിച്ചു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ബോഡി ഷേമിങ് വളരെ മോശമാണെങ്കിൽ പോലും ജയിലിൽ പോകേണ്ട ആവശ്യമുണ്ടോ ഞാൻ ആലോചിക്കും. ജയിലിലൊക്കെ പോകാന്ന് പറഞ്ഞാൽ ചെറുതും അത് കേസ് വലുത് തന്നെയാണ്. ഒരു സ്ത്രീയെ കുറ്റം അങ്ങനെ ബോഡി ഷേമിങ് അല്ലെങ്കിൽ ബോഡിയെ പറ്റി പറയുന്നത് വളരെ മോശമാണ്. പക്ഷെ അത് എന്തെങ്കിലും ആവട്ടെ, നമ്മൾ ജയിലിൽ പോകേണ്ട ആവശ്യമുണ്ടോ? കാര്യം ജയിലിൽ പോകാന്ന് പറഞ്ഞാൽ കുറ്റം ചെയ്ത ആളുകളാണ് ജയിലിൽ പോകുന്നത്. അത് ഭീകരമായിട്ട് തെറ്റുകൾ ചെയ്ത് ഞാൻ വിശ്വസിക്കുന്നത് ജയിലിൽ പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ട്. ഞാൻ ആക്ച്വലി എൻ്റെ പേരിലും ഫേക്കായിട്ടുള്ള ഒരു ഇത് വന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ അന്ന് ചിന്തിച്ചൊരു കാര്യം, 1, 2, 3, 4 ദിവസം നമ്മൾ ജയിലിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അതിനർത്ഥം പിന്നെ നമുക്ക് 100 ദിവസം കിടന്നാലും തുല്യമാണ്. ഒരു ദിവസം ജയിലിൽ പോയാൽ ജയിലിൽ പോകുന്ന ആളുകൾക്ക് അറിയാമുള്ളൂ. ജയിലിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ വിശ്വസിക്കുന്നില്ല. അത് എന്താ പറയുക, പാവം പുള്ളി പാവമൊന്നും പറയാൻ പറ്റില്ല, രണ്ടും പറയാൻ പറ്റില്ല. ഇപ്പോൾ അയാൾക്ക് ഒരു കുറ്റബോധമുണ്ടാവും. ജനങ്ങൾ പ്രതികരിക്കണമെന്നില്ല. ജയിലിൽ പോകണമെന്ന് ഞാൻ പരമാവധി നമ്മൾ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞാൽ 2 വ്യക്തികളെ വിളിച്ചിട്ട് ഇനി ഇത് ആവർത്തിക്കരുത് എന്നൊരു താക്കീത് കൊടുത്ത് വിടുന്ന ഒരു കേസുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം ബോഡിയിൽ കയറി ബലമായി അങ്ങനെ അറ്റാക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ സെക്ഷൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഭയങ്കര ഡീപ്പായിട്ടുള്ള കാര്യത്തിൽ മാത്രം ജയിലിൽ പോകണമെന്ന് ഞാൻ പറയുന്നു. ഒരു വ്യക്തി അല്ലെങ്കിൽ നമ്മൾ ഡ്രഗ്സ് ഓൾവേസ് ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാത്ത കാര്യം ഡ്രഗ്സ് അങ്ങനെയുള്ള കാര്യം. അല്ലെങ്കിൽ ഭീകരമായിട്ട് കള്ളു പിടിച്ച് വണ്ടി ഇടിച്ച് ആളുകൾ കൊല്ലുന്നുണ്ട്, ലൈസൻസിൽ കട്ടാവുന്നത്. ഒരാളെ വണ്ടി ഇടിച്ച് കൊല്ലാണ്, ഒരാളെ ജീവൻ ഭയങ്കര ഇതല്ലേ. അത് ലൈസൻസ് മാത്രമേ കട്ടാവുന്നുള്ളൂ. നിയമം കുറച്ചിട്ടൊക്കെ മാറാനുണ്ട് നമ്മുടെ നാട്ടിൽ. കാര്യം നമ്മളവിടെ ഭയങ്കര സ്ത്രീകൾ മുതലെടുക്കുന്നു. അവരുടെ നിയമത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ലോയിലുള്ള കുറേ ആനുകൂല്യങ്ങൾ സ്ത്രീകൾ ഭീകരമായിട്ട് മുതലെടുക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നല്ല കേസുകളുണ്ട്. ചില കേസുകൾ അവർ ഭീകരമായിട്ട് മുതലെടുക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് കിട്ടുന്ന ഒരു മുൻഗണന അവർ ഭീകരമായിട്ട് മുതലെടുക്കുന്നുണ്ട്. ഈ ഹണി റോസിനെതിരെ എന്താണ് രാഹുൽ ഈശ്വർ ഉന്നയിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ലൈംഗിക ദാരിദ്ര്യത്തെ യൂസ് ചെയ്തുകൊണ്ടാണ്. ഞാൻ അതൊന്നും പറയുന്നില്ല ബ്രോ. ഞാൻ പറഞ്ഞ അവരെ ഞാൻ കുറ്റം പറഞ്ഞില്ല. അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഓരോ ആളുകൾക്കും അവരോട് ഇഷ്ടം. ഇപ്പോൾ ഞാൻ ഒരു 6 പാക്ക് ഉള്ള ആളാണെങ്കിൽ ഞാൻ 6 പാക്ക് ആണ് ഡ്രസ്സ് എൻ്റെ പേര് കേസ് എടുക്കാൻ പറ്റില്ല. കാര്യം എൻ്റെ ശരീരമാണ്. അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഡ്രസ്സിങ്, എൻ്റെ പേഴ്സണാലിറ്റി, എൻ്റെ സംസാരം മാറ്റേണ്ട ആവശ്യം. ഹണി റോസ് ഞാൻ ഒരിക്കലും കുറ്റം പറ്റില്ല. ആ സ്ത്രീയുടെ ഭാഗത്തിന് ഞാൻ നിൽക്കുന്നത്. പക്ഷേ ജയിലിൽ പോകേണ്ട കാര്യം ഉണ്ടോന്നൊക്കെ ഞാൻ ചിന്തിക്കുന്നത്. കാര്യം ജയിലിൽ പോകാൻ 14 ദിവസം റിമാൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതിന് അത്ര വലിയ കുറ്റമൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഹണി റോസിനെ ഞാൻ കുറ്റം പറയുന്നില്ല. കാര്യം സ്ത്രീകളെ ഇനി ഒരാളെങ്കിലും ഇപ്പോൾ ഈ സൈബർ ഇപ്പോൾ ഒരു സ്ത്രീയുടെ പോസ്റ്റിൽ ഒരു സ്ത്രീ കുറച്ച് എന്തെങ്കിലും കണ്ട് ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്താൽ അതിനിടയിൽ ഒന്ന് കമൻറ്റ് ഇടുന്നവന്മാർ ശ്രദ്ധിക്കുക. ഭയങ്കര കുറ്റമാണത്. അതുപോലെ പബ്ലിക് വേദിയിൽ സ്ത്രീകളെ കമൻ്റ് അടിക്കുന്നവരും ശ്രദ്ധിക്കുക. ഇപ്പോൾ അത് വലിയ ഇതൊരു എന്താ പറയുക, ഒരു ജസ്റ്റ് ചിലപ്പോൾ നമ്മുടെ ലോ ചിലപ്പോൾ ഒരു വാണിംഗ് ആയിരിക്കാം. ജയിലിൽ പോകേണ്ട ആവശ്യമില്ലായിരുന്നു. അത് ഞാൻ ഭയങ്കര വിഷമമായി പോയി കണ്ടപ്പോൾ. കാര്യം അതൊരു 10 എന്തായാലും നല്ല പ്രായമുണ്ട്. അയാളെ കൈത്തെ പിടിച്ച് ജീപ്പിലേക്ക് തള്ളുന്ന സീനൊക്കെ ഞാൻ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇതിനേക്കാളും കൊടും ക്രിമിനൽസ് ഇവിടെ കേരളത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്. അവരെ പോയി തൊടാനുള്ള ഒരു ധൈര്യം പോലീസുകാർക്കില്ല. അയാളെ കൈത്തെ പിടിച്ച് ജീപ്പിലേക്ക് തള്ളാൻ കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി. കാരണം അത്ര വലിയ കുറ്റമൊന്നും ആൾ ചെയ്തിട്ടില്ല. ഭീകരമായിട്ടുള്ള ഒരു ഇതൊന്നുമല്ല. ഒരു സ്ത്രീയെ കമൻ്റ് അടിച്ചു അല്ലെങ്കിൽ ഉദ്ഘാടനത്തിൽ കൈപിടിച്ച് കറക്കി അത് അങ്ങനെ ഒരു കമൻ്റ് അടിച്ചു എന്നുള്ള അത് അയാൾ മാപ്പ് പറയുകയൊക്കെ ചെയ്തു തോന്നുന്നു. അതിന് മുമ്പ് കമൻറ്റ് ഇതിലൂടെ പറയും. ഞാനിതിൽ വലിയ സംസാരിക്കാൻ വലിയ സംഭവം ഇതാണെന്നല്ല. പക്ഷെ എന്നാലും എൻ്റെ ഒരു ഇതാണ്. കാര്യം ഞാനിത് സോഷ്യൽ മീഡിയയിൽ ഒപ്പീനിയൻ പറയാൻ പോയതല്ല, ജസ്റ്റ് പറഞ്ഞുള്ളൂ. എൻ്റെ ചോദിച്ചുകൊണ്ട് പറഞ്ഞാണ് ഇതിൻ്റെ അടിയിൽ വന്ന് കുറേ ആളുകൾ കുറ്റം പറയണ്ടോ. ഞാൻ ഈ 2 പേരും ഭാഗത്തല്ല കേട്ടോ. ഞാൻ പറഞ്ഞത് ബോച്ചയുടെ ഭാഗത്ത് തെറ്റുണ്ട്, ഹണി റോസിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് ഞാൻ പറയുള്ളൂ. കാര്യം ഈ ലോകത്ത് വിട്ടുവീഴ്ച അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വിട്ടുവീഴ്ച ചെയ്ത് പോകുന്ന ആളുകൾ മാത്രമാണ് ഈ ലോകത്ത് വിജയിച്ചിട്ടുള്ളൂ. അങ്ങോട്ടൊരു വ്യക്തിപരമായ വൈരാഗ്യങ്ങളും ഒരു വാശി കൊണ്ട് ഒരാളെ
ജയിലിൽ അതൊക്കെ ഭയങ്കര കാര്യം. ഞാൻ ഹണി റോസിന്റെ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരുപാട് ആളുകൾ ഒന്ന് കമന്റ് ഇടാറുണ്ട്. അതിൽ ഒരുപാട് ആളുകൾ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയെങ്കിലും ശ്രദ്ധിക്കും ജനങ്ങൾ. ഇവിടെ ഒരുപാട് ആളുകളുണ്ട് ഈ നെഗറ്റീവ് ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ അതിൽ ഫേക്ക് അക്കൗണ്ട് എടുത്തിട്ട് കുറേ പേരെ മെൻ്റലി ഹറാസ്മെൻറ്റ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ മെൻ്റലി ഹറാസ്മെൻറ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊരു ഒരു വാർണിംഗ് ആണ് ഈ ജയിലിൽ പോകുന്നത് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ബോച്ചയുടെ കാര്യത്തിൽ ഞാനത് കൈത്തിരുന്ന് പിടിച്ചാലാണ് ആവശ്യം ഉണ്ടായില്ല. ഞാൻ കേരളത്തിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഓരോ മാസം ഓരോ ന്യൂസാണ് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ന്യൂസിനെ മറക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു ന്യൂസ് വിശ്വസിക്കില്ല കേട്ടോ. അങ്ങനത്തെ കാര്യം വിശ്വസിക്കും. ശരിയാണ്.